ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ എനിക്കൊരു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്കൊരു സോറി പറയാനുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അതിന് പ്രധാനമായിട്ടൊരു കാരണം ഞാൻ ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് എനിക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് മാറി. അങ്ങനെ മറ്റ് പല ആരോഗ്യ അസുഖങ്ങളും കൊണ്ടാണ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അതിൽ ആദ്യം തന്നെ ഞാൻ സോറി പറയുന്നു. കാരണം എനിക്ക് ഒരിക്കലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളൊരു തെറ്റായൊരു ഇൻഫോർമേഷനിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ എയിം ചെയ്തുകൊണ്ട് മാത്രം ഒരു ചാനൽ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയോ ചാനലോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ചാനലാവാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ പല മിസ്റ്റേക്സും വഴി നടത്തുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് ശരിയായിരിക്കുമെന്ന്. പക്ഷേ അത് എനിക്ക് ഇൻഫെക്ഷനിലേക്കാണ് അത് വഴി തിരിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒരു ദിവസം മാക്സിമം ഒരു വീഡിയോ എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും, ആരോഗ്യം നോക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ ഐ എം സോ സോറി. ഇതുവരെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൽ ഞാൻ ആത്മാർത്ഥമായിട്ടും സോറി ചോദിക്കുകയാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രീറ്റ് ഡോഗ് എന്നുള്ളൊരു പോയമാണ് ബൈ അമൃത പ്രീതം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓഥറിനെ കുറിച്ച് അല്ലെങ്കിൽ പോയറ്റിനെ കുറിച്ച് നോക്കാം. സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രാഫിക്കൽ പോയമാണ്. അത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് പോയറ്റിൻ്റെ തന്നെ അവരുടെ ഹസ്ബൻഡായിട്ടുള്ളൊരു സെപ്പറേഷനെ കുറിച്ചാണ്. പക്ഷെ ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ ഇതൊരു ഇൻഡോ പാകിസ്ഥാൻ പാർട്ടീഷൻ കൂടി നടക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് ആ ഒരു പാരലിസം നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡോ പാകിസ്ഥാൻ പാർട്ടീഷൻ, അതുപോലെ തന്നെ ഇവിടെ പോയറ്റും അവരുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ. ഇതാണ് ഈ ഒരു പോയറ്റിൻ്റെ കാതലായിട്ട് വരുന്നത്. ഇത് പഞ്ചാബിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു പോയമാണ്. ഒറിജിനൽ ലാംഗ്വേജ് പഞ്ചാബിയാണ്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രീതമും അർലീൻ റീഡുമാണ്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജറിയാണ്. പ്രത്യേകിച്ച് ഓൾഫാക്ടറി അല്ലെങ്കിൽ സ്മെൽ കൊണ്ടുള്ള ഇമേജറി, അതാണ് ഓൾഫാക്ടറി ഇമേജറി. അതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലിറ്റററി ഡിവൈസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പോയറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ അമൃത പ്രീതം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പഞ്ചാബി റൈറ്ററാണ്. അവർ പല പോയംസും ഫിക്ഷനും ബയോഗ്രാഫിയും എസ്സേയും ഓട്ടോബയോഗ്രാഫീസും എഴുതപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പല ലാംഗ്വേജസിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയിട്ടുള്ള അവാർഡ്സും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയം സ്ട്രീറ്റ് ഡോഗ് എന്നുള്ളൊരു പോയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോബയോഗ്രാഫിക്കലാണ്. പേഴ്സണൽ ലൈഫിനെ ബേസ് ചെയ്ത്, പെർട്ടിക്കുലർലി ഹസ്ബൻഡായിട്ടുള്ളൊരു സെപ്പറേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പോയമാണ്. കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സമയമാണ് ഇൻഡോ പാകിസ്ഥാൻ പാർട്ടീഷൻ നടക്കുന്നത്. അത് പോയറ്റിൻ്റെ ലൈഫിലും ഒരു വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. കാരണം അമൃത പ്രീതം ഈ ഒരു പാർട്ടീഷൻ്റെ സമയത്ത് ലാഹോറിൽ നിന്ന്, ലാഹോർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്, ലാഹോറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരു സമയമാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡോ പാകിസ്ഥാൻ പാർട്ടീഷനും ഈ ഒരു പോയറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, പോയം പറയുകയാണെങ്കിൽ ഇത് ഓട്ടോബയോഗ്രഫിക്കലാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ ഒരു മോണോലോഗ് പോലെയാണ് പറയുന്നത്. പോയിട്ട് പറയുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ സെപ്പറേഷന് ശേഷം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു സമയത്ത് അവരുടെ സ്വന്തമായിരുന്ന ഒരു വീട്, അതുപോലെ തന്നെ വീട്ടിലെ വസ്തുക്കളുണ്ട്, പാൻസ്, പോട്ട്സ്, അതുപോലെ തന്നെ വൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാടധികം സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതെല്ലാം തന്നെ അവർ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട് ശരിക്കും അനാഥമായി മാറി, അവിടുത്തെ വസ്തുക്കളെല്ലാം തന്നെ അനാഥമായി മാറി. അപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഇമാജിൻ ചെയ്യുകയാണ്, അവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ അവരെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു, ഈ കപ്പിൾസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നു, അതുപോലെ തന്നെ അവരെ അഡ്വൈസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അവർ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതവിടെ പേഴ്സോണിഫിക്കേഷനാണ്. ഇനാനിമേറ്റ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുക, പേഴ്സോണിഫിക്കേഷൻ, അവരവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി പോയറ്റിലോട്ട് വരികയാണെങ്കിൽ അവർ പറയുന്നത് പോയറ്റ് കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആലോചിക്കുന്നത് ഈ വസ്തുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ എംറ്റി ആയിട്ടുള്ള ആ വീടിനെ കുറിച്ചോ ഒന്നുമല്ല. സംഭവം ഈ ഒരു ഡിവോഴ്സ് ഫൈനലൈസേഷൻ്റെ സമയത്ത് ഒരു തെരുവ് നായ ഇടയ്ക്ക് ആ ഒരു വീടിനകത്തേക്ക് കയറി അത് മുക്കുമൂല എല്ലാം മണപ്പിച്ച് വരുന്ന സമയത്ത് പുറത്ത് നിന്ന് വാതിൽ അടഞ്ഞു. ആ ഒരു നായ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. പിന്നീട് ഈ ഒരു
പോയറ്റും ഹസ്ബൻഡും ഡിവോഴ്സ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ വീട്ടിലേക്ക് പുതിയ ആൾക്കാർ വരികയാണ്, പുതിയ താമസക്കാർ വരുവാണ്. അപ്പോൾ താമസക്കാർക്ക് വേണ്ടി അവർ അത് തുറന്നു കൊടുത്ത് ഓരോ റൂമും കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് അവർ ഈ തെരുവ് നായയുടെ ശവശരീരം കാണുന്നത്. അതായത് ഈ നായ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി, വാതിലടഞ്ഞു പോയി, ആരും അറിഞ്ഞില്ല. ഈ ഒരു നായ പട്ടിണി കൊണ്ട് തന്നെ ആയിരിക്കാം മരിച്ചു വീണു, അവിടെ ചത്തു കിടക്കുകയാണ്. പക്ഷേ അവർ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കോർപ്സിനെ, ഒരു നായയുടെ ശവത്തെ കാണുന്നത് ആ ഒരു സമയത്ത് പുതിയ ആൾക്കാർക്ക് വേണ്ടി വീട് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്താണ്. അതാണ് ആ ഒരു നായയും ആ ഒരു നായയുടെ ആ ഒരു ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു ദുർഗന്ധമാണ് പോയറ്റിന് ഇപ്പോൾ ഓർമ്മയുള്ളതെന്നാണ് പറയുന്നത്. അതാണ് പോയറ്റിൻ്റെ ഒരു സമ്മറി. സോ നമ്മളിതിൽ ഒരുപാടധികം ലിറ്റററി ഡിവൈസസ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു ഇമേജറി എന്ന് പറയുന്നത് ആ ഒരു അനാഥമായ വീടും വസ്തുക്കളുമാണ്. അത് ആ ഒരു സെപ്പറേഷൻ്റെ ആഫ്റ്റർ മാത്തിനെയാണ് കാണിക്കുന്നത്. കാരണം എന്തായാലും നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു വീട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, ജോലി ട്രാൻസ്ഫർ വന്നിട്ട് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു വീട് അനാഥമായി കിടക്കും. അവിടെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പല വസ്തുക്കളും അനാഥമായി പോകും. അത് ഒരു സെപ്പറേഷൻ, ഏത് രീതിയിലുള്ള സെപ്പറേഷൻ ആണെങ്കിലും അതിൻ്റെ ആഫ്റ്റർ മാത്തായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെയാണ് പാർട്ടീഷൻ്റെ സമയത്തും ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള പല സ്ഥലത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരും നേരെ തിരിച്ചും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ആൾക്കാർക്കും അവർ ഒരു സമയത്ത് അവർ ജീവിച്ചിരുന്ന വീടുകളും അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവർക്ക് അനാഥമായി മാറി. അതുപോലെ തന്നെ ഈ ഒരു തെരുവ് നായ, അതും ഒരു മെറ്റഫറാണ്, ഒരു ലിറ്റററി ഡിവൈസാണ്, ഒരു സിമ്പലാണ്. പോയറ്റിൻ്റെ തന്നെ മെമ്മറീസും ഫീലിങ്സിൻ്റെയും ഒരു എന്താ പറയുക, മെറ്റഫറാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ ഒരു നായ വീട്ടിനകത്ത് കയറി അവിടെ തന്നെ മരിച്ചു വീണു. അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഫീലിങ്സും പോയറ്റിൻ്റെ മെമ്മറീസും ആ ഒരു വീടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, ആ ഒരു ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ മെമ്മറീസും ആ ഒരു വീടിനുള്ളിൽ തന്നെ മരിച്ചു വീണു കിടക്കുകയാണ്. അതിൽ നിന്നുള്ള ദുർഗന്ധമാണ് ഇപ്പോൾ പോയറ്റിന് ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്നത് ഒരു സിമ്പലായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു വീടും പ്രത്യേകിച്ച് വീട്ടിലെ വസ്തുക്കൾ ഈ കപ്പിളിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നു, ഈ ഒരു കപ്പിളിനെ കുറിച്ച് സംസാരിക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ്. പിന്നെ ഇവിടെ വരുന്നത് ഇമേജറിയാണ്. പ്രത്യേകിച്ച് ഓൾഫാക്ടറി, അതായത് സ്മെൽ, ബേസ്ഡ് ഓൺ സ്മെൽ, ഓൾഫാക്ടറി ഇമേജ് ഇവിടെ വരുന്നുണ്ട്. കാരണം പോയിറ്റിൻ്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു തെരുവ് നായയുടെ ശവശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നതാണ് പോയിറ്റിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സെൻസറി ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല പോയിറ്റിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു മോണോലോഗാണ്. പ്രത്യേകിച്ച് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ പോർഫീരിയാസ് ലവർ എന്നൊരു പോയം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഡ്രമാറ്റിക് മോണോലോഗാണ്. അതുപോലൊരു സ്ട്രക്ചറാണ് ഈ ഒരു പോയറ്റിനും വരുന്നത്. ഇതൊരു മോണോലോഗാണ്, അതായത് എഴുതുന്ന പോയറ്റാണ്. പോയറ്റിൻ്റെ ഫീലിങ്സിനെ കുറിച്ചും പോയറ്റിൻ്റെ ആ ഒരു തിങ്കിങ്ങിനെ കുറിച്ചാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ പൊതുവെ ഒരു കത്ത് എഴുതുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡയറി എൻട്രി എഴുതുമ്പോഴും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എഴുതുന്നത്, കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ. അത് തന്നെയാണ് ഈ ഒരു പോയമിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു മോണോലോഗാണെന്ന് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ട്രാൻസ്ലേറ്റഡ് വർക്കാണ്. ഇറ്റ്സ് എ കൊളാബറേറ്റീവ് effort between the poet and the translator Arlene Reed. And it also tries to talk about the linguistic and cultural background of the overall context, that is the Indo-Pakistan partition. അപ്പോൾ ഈ ഒരു Q&A കൂടി നോക്കാം. അമൃത പ്രീതം ആരാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പഞ്ചാബി റൈറ്ററാണ്. പോയംസും ഫിക്ഷൻസും ബയോഗ്രാഫീസും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫോംസിലും അവർ എഴുതിയിട്ടുണ്ട്. പത്മശ്രീ, പത്മവിഭൂഷൺ പോലത്തുള്ള അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. പല ലാംഗ്വേജസിലും വർക്ക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അമൃത പ്രീതമിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ഈ ഒരു ഇൻഡോ പാകിസ്ഥാൻ പാർട്ടീഷന് പറയുന്നത്. ആ സമയം ലാഹോറിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ 1935 അവിടെ ആ ഒരു മാരേജ് നടക്കുന്നതും 60 സെപ്പറേഷൻ നടക്കുന്നത്. സോ ഈ ഒരു സെപ്പറേഷനും ഈ ഒരു ഇൻഡോ പാകിസ്ഥാൻ സെപ്പറേഷനും കൂടിയാണ് പാരലലിസം വരുന്നത്. ഓക്കെ, പിന്നെ സ്ട്രീറ്റ് ഡോഗിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണോ ആ ഒരു തെരുവുനായ ഒരു വീടിനകത്ത് അകപ്പെട്ട് മരിച്ചത്, അതുപോലെ തന്നെ പോയറ്റിൻ്റെ ഫീലിങ്സും പോയറ്റിൻ്റെ ആ ഒരു
ഇമോഷണൽ സ്റ്റേറ്റും അങ്ങനെ തന്നെയാണ്. അവരുടെ മെമ്മറീസ് എല്ലാം തന്നെ ആ ഒരു പക്ഷേ ലഹോറിലുള്ള വീട്ടിൽ തന്നെ മരിച്ചു കിടക്കുകയാണ്. അതാണ് ആ ഒരു സിംബലിസം വരുന്നത്. സെറ്റിംഗ് എന്ന് പറയുന്നത് പോയിറ്റിനകത്ത് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എം ടി ഹൗസ് ആണെങ്കിൽ കൾച്ചറൽ കുറച്ചും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് ഇന്തോ പാകിസ്ഥാൻ പാർട്ടീഷനാണ്. ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും, കാരണം മോണോലോഗാണിത്. അതുപോലെ തന്നെ പേഴ്സോണിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കും, കാരണം എം ടി പോട്ട്സ്, പാൻസ്, വിത്തേർഡ് വൈൻ, ടാപ്പ്, ഇതെല്ലാം തന്നെ അവർക്കെല്ലാം ഇനാനിമേറ്റ് ഒബ്ജക്ട്സ് ആണെങ്കിലും അവർക്ക് ഇമോഷൻസ് പോയിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പേഴ്സോണിഫിക്കേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇമേജറിയും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൾ ഫാക്ടറി ഇമേജ് ആണ്. ദാറ്റ് ഈസ് ദി സ്റ്റെഞ്ച് ഓഫ് ദി ഡെഡ് സ്ട്രീറ്റ് ഡോഗ്. ഇതൊരു മോണോലോഗാണ്. അതാണ് ഫോം അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ലേറ്റഡ് വർക്കാണ്. അലീൻ റീഡാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പോയിറ്റിനെ കുറിച്ചുള്ള ഒരു മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിനെ ബേസ് ചെയ്ത് കുറച്ച് നോട്ട്സ് കിട്ടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അധികം നോട്ട്സ് അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ PDF അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പോയിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സമ്മറി, ലിറ്റററി ഡിവൈസസ്, അതായത് പേഴ്സോണിഫിക്കേഷൻ, പിന്നെ ഏതാ മെറ്റഫർ, ഇമേജറി, സിംബൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഹോപ്പ് ദിസ് PDF വിൽ ബി യൂസ്ഫുൾ ഫോർ യു. ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു PDF ആഡ് ചെയ്യുന്നതായിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ആ ഒരു വീഡിയോ ടൈംലി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. അതുപോലെ എൻ്റെ ഒരു ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ലിങ്കും കമൻറ്റ് സെക്ഷനിൽ കിട്ടും. സോ ഡു ജോയിൻ ഇഫ് ഇൻട്രസ്റ്റഡ്. ആൻഡ് വൺസ് അഗൈൻ ഐ എം സോ സോറി ഫോർ ദ ലേറ്റ് അപ്ലോഡിങ്. ഐ റിയലി ആം. പക്ഷെ ഞാൻ പരമാവധി ടൈംലി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് I'll see you in the next video. Thank you.